ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമ്പൂർണ്ണ അനാസ്ഥയല്ലേ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് തുടരെ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശബരിമലയെ ബന്ധപ്പെട്ട് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അഥവാ ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന ദേവസ്വം ബോർഡുകളുടെ ഭാഗത്തു നിന്ന് വന്നത് തികഞ്ഞ അനാസ്ഥ എന്ന് മാത്രമല്ല, കേരളത്തെ, ഇന്ത്യയെ, ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. കാരണം അമ്പലം അങ്ങനെ അടിച്ചോണ്ട് പോവുക എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ അങ്ങനെ കേട്ടിട്ടല്ലേ ഉള്ളൂ. സാധാരണഗതിക്ക് നമ്മൾ പറയും അമ്പല വിഴുങ്ങികൾ എന്നൊക്കെ പറയാറുണ്ട്. അതൊരു ഒരു പ്രാസത്തിനനുസരിച്ച് നമ്മുടെ നാട്ടുഭാഷക്കനുസരിച്ച് പറയുന്നതാണ്. വലിയ കള്ളന്മാരെയൊക്കെ പറ്റി പറയുന്ന ഒരു കാര്യങ്ങളാണ്. ഇത് അക്ഷരം പ്രതി ശരിയാണ് എന്ന നിലയിലേക്കാണ് ശബരിമലയിലെ കാര്യങ്ങൾ മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ വലിയ തരത്തിൽ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു. അയ്യപ്പ സംഗമം എന്തിനു വേണ്ടിയിട്ടാണ് സംഘടിപ്പിച്ചത് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമില്ല. അയ്യപ്പ സംഗമം കൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായ കാര്യങ്ങൾ ഈ ശബരിമലയ്ക്ക് വേണ്ടി നടന്നോ എന്ന കാര്യത്തിൽ വ്യക്തമായ ഉത്തരമില്ല. അവിടെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതിന്റെ പിന്നീട് ആ മാസ്റ്റർ പ്ലാൻ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, അതിന്റെ ബാക്കി കാര്യങ്ങളിൽ എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒരു മൂവ്മെന്റും ഇല്ലാതെ ആ മാസ്റ്റർ പ്ലാൻ അവിടെ കിടക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ വന്ന അതിഥികൾക്ക് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് അവരെ വലിയ വലിയ ഈ താമസ സൗകര്യമുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിപ്പിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ മുഴുവൻ ചെലവുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തുള്ള പണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തത്, ദേവസ്വത്തിന്റെ സർപ്ലസ് ഫണ്ട്, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അല്ലെങ്കിൽ ദേവസ്വം കമ്മീഷണറുടെ സർപ്ലസ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്. ആ ഫണ്ടിൽ നിന്നാണ് ഈ തരത്തിൽ അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടിയിട്ട് പണം എടുത്തിരിക്കുന്നത്. അത് ശബരിമലയിൽ ഹൈക്കോടതിയിൽ ദേവസ്വം കൊടുത്ത ഉറപ്പിന്റെ നഗ്നമായ ലംഘനമാണ്. ഇതിന്റെ സ്പോൺസർമാർ ആരാണ്? ഇതിന്റെ സ്പോൺസർമാർ ഈ പൈസ കൊടുക്കുമെന്നാണ് കൊടുക്കുന്നത് ഉറപ്പുള്ളത്. ഭക്തന്റെ പണം എടുത്ത് തോന്നിവാസം കളിക്കുന്നതിന് തുല്യമാണ് ഇപ്പൊ ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തത്, ആ ഒരു അയ്യപ്പ സംഗമം നടന്നതിന് ശേഷമാണല്ലോ ശബരിമലയിലെ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട് ദ്വാരപാലക ശില്പത്തിലെ പാളികൾ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നത്. ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? എല്ലാവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി വലിയ വാചകത്തിൽ പറഞ്ഞു. പിന്നിൽ മറ്റു നിഗൂഢമായിട്ടുള്ള ശക്തികൾ ഉണ്ടാകും. എന്ത് സംശയം? ഇപ്പോ ചില ഡിവൈഎഫ്ഐ നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അത് എടുത്തു കൊണ്ടുപോയി, ഉണ്ണികൃഷ്ണൻ പോറ്റി തിരിച്ചത് കൊണ്ടുവെക്കാൻ ശ്രമിച്ചു, ഞങ്ങളെ ഒന്നും അതിന് കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് ആരാണ്? ഞാനും അർജുനും അവിടെ പോയിട്ട് ദ്വാരപാലക ശില്പം ഉണ്ടല്ലോ അവിടെ, അതൊന്ന് ഇളക്കി എടുത്തിട്ട് നമുക്കൊന്ന് കൊണ്ടുപോയി സ്വർണം പൂശിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ അവര്? ഇല്ലല്ലോ. കൃത്യമായ മാർഗനിർദ്ദേശമുണ്ട്. ഒരു ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിനകത്ത്, വളരെ തന്ത്രപ്രധാനമായ ക്ഷേത്രത്തിനകത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടണം എന്ന നിലയിൽ ഹൈക്കോടതി വരെ കൃത്യമായ മേൽനോട്ടത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ ഹൈക്കോടതി ഇപ്പോ ഒരു ഉദ്യോഗസ്ഥൻ നിയമിച്ചിട്ടുണ്ട്. ഹൈക്കോടതി അവിടെ ഒരു ഉദ്യോഗസ്ഥൻ നിയമിച്ച് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മാത്രമാണ് കാര്യങ്ങൾ നടക്കേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ തട്ടിപ്പ് പുറത്തു വന്നത്. ഹൈക്കോടതി അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ അവിടെ ഇപ്പൊ നിയമിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഈ തട്ടിപ്പ് പുറത്തു വരിക? ഏത് കാലഘട്ടത്തിലാണ് ഈ തട്ടിപ്പ് പുറത്തു വരിക? ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ എത്രത്തോളം ഉണ്ട് ദേവസ്വം ബോർഡിൽ ഇവരെയൊക്കെ ഇടപെടൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ദേവസ്വം ബോർഡിനകത്ത് CPM-നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളല്ല, അവിശ്വാസികളായ ആളുകളാണ് ദേവസ്വം ബോർഡിനകത്ത് കയറിയിരിക്കുന്നത്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് വിശ്വാസിയല്ല അല്ല. ആരാണ് വിശ്വാസി? കപടമായി ശരണം വിളിക്കുന്നതും ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറയുന്നതും അല്ലല്ലോ വിശ്വാസം എന്ന് പറയുന്നത്. ആത്മാർത്ഥമായ ഭക്തന്റെ കൈകളിലേക്കാണ് ഇത് കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവൻ എങ്ങനെയാണ് CPM ആകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. CPM-ന്റെ മെമ്പർഷിപ്പിൽ ഇരിക്കുന്ന ഒരാൾ വിശ്വാസിയാണോ? CPM-ന് മെമ്പർഷിപ്പിന് വേണ്ടി, CPM-ന്റെ നേതാക്കന്മാർക്ക് വേണ്ടി കൊടപിടിക്കുന്ന, CPM പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ വിശ്വാസിയാണോ? ഗൗരവത്തിൽ പ്രതിജ്ഞ ചെയ്താണല്ലോ അവര് നിയമസഭയിൽ തന്നെ എത്തുന്നത്. എന്ത് സംശയം? ഇത് പാവപ്പെട്ട സഖാക്കളോട് പറഞ്ഞാൽ അവർ പോലും വിശ്വസിക്കില്ല. CPM-നകത്തുള്ള ആളുകൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ അവർ വിശ്വസിക്കില്ല. പക്ഷെ ഇപ്പോ മറ്റു ചില മതങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പൊ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ആളുകൾക്ക് വിശ്വസിക്കാം എന്നുള്ള ഘട്ടമൊക്കെ വന്നപ്പോഴാണ്, ഇല്ലെങ്കിൽ അവരൊന്നും CPM-നകത്തേക്ക് വരില്ല എന്ന ഘട്ടം വന്നപ്പോഴാണ് എന്തുണ്ടായത്? നിങ്ങൾ വിശ്വസിച്ചോളൂ എന്ന നിലപാട് പാർട്ടി എടുത്തത്. അല്ല, കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കുന്നുണ്ടല്ലോ CPM-ന്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനങ്ങൾ വഹിക്കുന്നവർ വിശ്വാസികളാവാൻ പാടില്ല എന്നും മത സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ടല്ലോ. ആണ്. പക്ഷേ ദേവസ്വം ബോർഡിനകത്തേക്ക് CPM-ന്റെ ആളുകളെ തിരികെ കയറ്റുന്നത് എന്തിനാണ്?
ഇതൊരു ചോദ്യമല്ലേ? CPM-മായി ബന്ധപ്പെട്ട അല്ല, ആളുകൾ സ്വാഭാവികമായിട്ടും ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആ ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിലുള്ള വ്യക്തികൾ തന്നെ ആയിരിക്കും ദേവസ്വം ബോർഡും കൈകാര്യം ചെയ്യുന്നത് എന്നതുകൊണ്ട് വരുന്ന ഒരു നീക്കുപോക്കായിരിക്കാം അത്, അല്ലെ? അല്ല, ദേവസ്വം ബോർഡിനകത്തേക്ക് ഈ പറയുന്നത് പോലെ CPM-ന്റെ ആളുകളെ തന്നെ നിയമിക്കണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. ഇത് കോടിയേരി ബാലകൃഷ്ണൻ കൃത്യമായി പറയുന്നു, മതപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, മതസംഘടനകളുമായി ബന്ധപ്പെട്ട്, മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ CPM ഔദ്യോഗികമായ ഒരു വീക്ഷണങ്ങളും ഏറ്റെടുക്കേണ്ടതില്ല. ഒരു എന്താണ് ഈ പറയുന്ന പോലെ ഒരു സ്ഥാനമാനങ്ങളും ഏറ്റെടുക്കേണ്ടതില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇവരൊക്കെ ഈ ദേവസ്വം ബോർഡിനകത്തേക്ക് പോകുന്നത്? ഭഗവാനോടുള്ള അനന്തമായ ഭക്തി കാണിക്കാനാണോ? അല്ല, കൃത്യമായി ഇപ്പോ മലബാർ ദേവസ്വം ബോർഡിനകത്ത് ബാലുശ്ശേരി കോട്ട എന്ന് പറയുന്ന അമ്പലത്തിനകത്തെ സ്വർണം അവിടുത്തെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കൊണ്ടുപോയിട്ട് തിരികെ കൊടുത്തിട്ടില്ല എന്നും, അത് മാത്രമല്ല ആ അമ്പലത്തിലെ, അതായത് ബാലുശ്ശേരി കോട്ടയിലെ രജിസ്റ്ററിൽ തിരിമറി നടത്തി എന്നുമുള്ള ഏറ്റവും പുതിയ വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അത് മലബാർ ദേവസ്വം ബോർഡിൽ നിന്നാണ്. ഇങ്ങനെ എത്ര അമ്പലങ്ങളിൽ നിന്നാണ് ഇങ്ങനെ കാര്യങ്ങൾ, അതായത് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ പുറത്തു വരാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. എന്തിനാണ് ദേവസ്വം ബോർഡിന്റെ ആവശ്യം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് പലപ്പോഴും. കാരണം അല്ല അർജുനെ, ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെ തട്ടിപ്പിന്റെ കൂടാരമാക്കി ദേവസ്വം ബോർഡിനെ മാറ്റുമ്പോൾ അതിനെ കൃത്യമായി എതിർക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വെള്ളാപ്പള്ളിയും അതുപോലെ തന്നെ പല ആളുകൾ, ഇപ്പം സർക്കാരിന് നിരന്തരമായി തായിക്കൊണ്ടിരിക്കുന്ന ആളാണല്ലോ വെള്ളാപ്പള്ളി. ആ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ തന്നെ പറയുന്നു ഇത് വലിയ ഒരു വീഴ്ചയാണ്, ഇതൊരു മാഫിയ സിസ്റ്റമാണ് എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അപ്പോഴും സർക്കാരിനെ പിന്തുണയ്ക്കുകയാണ്. അല്ല, NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പ്രശ്നം അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടുണ്ടായ ഇഷ്യൂ അദ്ദേഹത്തിന് നേരെ തന്നെ കുരുക്കായി വരുന്നു എന്ന് കണ്ടപ്പോൾ ഹൈക്കോടതിയിൽ കേസ് നിൽക്കുകയാണ്. അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോവും. ഈ പറയുന്ന ഭരിക്കുന്ന സർക്കാരിന്റെ പിന്തുണയില്ലെങ്കിൽ അടുത്ത ഇലക്ഷന് മുമ്പ് ഈ പറയുന്ന സുകുമാരൻ നായർ ജയിലിൽ പോകും. അതുകൊണ്ടാണ് സുകുമാരൻ നായർ എന്ത് ചെയ്യുന്നത്, ഈ NSSനെ മൊത്തമായിട്ട് അങ്ങ് പിണറായിയുടെ ഈ പറയുന്ന കാലിന്റെ അടിയിലോട്ട് കൊണ്ടുപോയി സാഷ്ടാംഗം വെച്ച് നമസ്കരിക്കുന്നത്. അല്ലാതെ വേറെ സുകുമാരൻ നായർക്ക് പ്രത്യേകിച്ച് അജണ്ട ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ അജണ്ട എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ സ്വയം രക്ഷപ്പെടുക, സ്വയം നന്നാക്കുക, അല്ലെങ്കിൽ താനും തന്റെ കുടുംബവും. അതേ മെന്റാലിറ്റി ആണല്ലോ അപ്പുറത്ത്, താനും തന്റെ കുടുംബം മെന്റാലിറ്റി ആണല്ലോ പിണറായി വിജയനുള്ളത്. അതെ, ഇങ്ങനെ ഒരു മെന്റാലിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്ന ദേവസ്വവുമായി ബന്ധപ്പെട്ട് കൊണ്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കും അവിടുത്തെ ചില തിരുമേനിമാർക്കും ഒക്കെ ഇതേ മെന്റാലിറ്റിയാണ്. മതം എന്നൊരു ബിസിനസിനെ വ്യാപിപ്പിക്കാനായിട്ട് അവർ ഉപയോഗിക്കുന്നു, അല്ലെ? പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. തീർച്ചയായിട്ടും ഭക്തർ മണ്ടന്മാരായി മാറുന്നു. കാരണം ഭക്തി നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ലൊരു ബിസിനസ് എന്ന് പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത ബിസിനസ് എന്ന് പറയുന്നത് ഈ ഭക്തിയാണ്. ആ ഭക്തിയെ ചൂഷണം ചെയ്തുകൊണ്ട് ഇവരെല്ലാം മുതലെടുക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം, അല്ലെ? അല്ല, ശബരിമലയിൽ ഇപ്പൊ നടന്നിരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള കൊള്ളയാണ് എന്ന കാര്യം സംശയമൊന്നുമില്ല. ഈ ശബരിമലയിൽ നടന്ന തീപിടുത്തം മുതൽ ഇങ്ങോട്ട് വലിയ തരത്തിലുള്ള CBI അന്വേഷണം ആവശ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. കാരണം ശബരിമലക്കകത്ത് ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദങ്ങൾ കംപ്ലീറ്റ് പൊളിഞ്ഞു. അതുപോലെ തന്നെ മുരാരി ബാബു എന്ന് പറയുന്ന ദേവസ്വം ഓഫീസറുടെ വാദങ്ങൾ കംപ്ലീറ്റ് പൊളിഞ്ഞു. ഇവരെന്താണ് ചെയ്യുന്നത്? വിജയ് മല്യ എന്ന് പറയുന്ന വ്യവസായി അവിടെ കൊണ്ടുപോയി കൊടുത്ത് അവിടെ ഈ പറയുന്ന ഇതിനൊരു കൃത്യമായ രീതിയുണ്ട്. ഈ താളുകൾ, അതായത് ഈ പറയുന്ന ശബരിമലയിലെ കട്ടിള ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഈ സ്വർണം പതിക്കണമെങ്കിൽ അവിടെ മുരാരി ബാബു പറയുന്നത് അത് സ്വർണം പതിച്ചിട്ടില്ല, അത് ചെമ്പായിരുന്നു എന്നാണ് മുരാരി ബാബു പറയുന്നത്. പക്ഷേ 2019 വിഷ്വലിൽ നിന്ന് തന്നെ വ്യക്തമാകും. നമ്മൾ 100% നമുക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവില്ലേ, ഫോട്ടോ കണ്ടാൽ മനസ്സിലാവില്ലേ? മുരാരി ബാബു സർക്കാരിന്റെ പ്രതിനിധിയാണോ? ദേവസ്വം ഓഫീസർ ആയിരുന്നല്ലോ. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇതിന് അനുമതി കൊടുക്കുന്നത്. അതായത് വിജയ് മല്യ ഇത് കൊടുത്ത സമയത്ത് തന്നെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്താണ്? ഉണങ്ങിയ ഒട്ടകത്തോലുണ്ട്. ഒട്ടകത്തോലിനകത്ത് വെച്ച് ഈ പറയുന്ന കട്ടിയായിട്ടുള്ള സ്വർണം ഓരോന്നായി അടിച്ച് പരത്തി മിനുക്കിയെടുത്ത് 250ഓളം സ്വർണ്ണ പാളികൾ ഉണ്ടാക്കിയിട്ടാണ് ഈ പറയുന്നത് പോലെ അത് ഓരോ സ്ഥലത്തും പാകുന്നത്. ആദ്യം ദ്വാരപാലക വിഗ്രഹം, ദ്വാരപാലകന്റെ പീഠം, അതുപോലെ തന്നെ എന്ത് ചെയ്തു, ഈ പറയുന്ന കട്ടിളയ്ക്ക് പുറകിലുള്ള ആ ഭാഗം, അതുപോലെ യോഗദണ്ഡ്. അയ്യപ്പന്റെ യോഗദണ്ഡ് എന്ന് പറയുന്നത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നറിയാമോ അർജുനെ? ഈ പറയുന്ന ഹരിവരാസനം എന്ന് പറയുന്നത് നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ. ഹരിവരാസനം പാടി അയ്യപ്പനെ ഉറക്കുന്ന സമയത്ത് അവിടെ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അയ്യപ്പന്റെ യോഗദണ്ഡ്. അതും കടത്തിക്കൊണ്ടുപോയിരിക്കുക. എങ്ങനെയാ വന്നത്? അന്ന് എനിക്ക് തോന്നുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി എന്ന് പറയുന്നത് ശങ്കർദാസ് എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു, അല്ലെ? അതെ. ആ ശങ്കർദാസ് എന്ന് പറഞ്ഞ വ്യക്തി നമ്മുടെ IPS ഓഫീസർ ഹരിശങ്കർ എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ. ഹരിശങ്കർ എന്ന് പറയുന്ന വ്യക്തിയുടെ പിതാവാണ്. ഈ ഹരിശങ്കർ എന്ന് പറയുന്ന വ്യക്തിയാണ് ശബരിമലയിൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നിട്ട് നിന്ന വ്യക്തി.
തീർച്ചയായിട്ടും അദ്ദേഹം ആചാരാനുഷ്ഠാനവുമായി അവിടുത്തെ കോട്ടയം എസ് പി ആയിരുന്നു, ക്ഷമിക്കണം, പത്തനംതിട്ട എസ് പി ആയിരുന്നു. എസ് പി ആയിരുന്നു. അപ്പോ ഈ ആചാരാനുഷ്ഠാനങ്ങൾ ഈ പറയുന്ന ലംഘനത്തിന് വേണ്ടി മുന്നിട്ട് നിന്ന ആ പോലീസ് ഓഫീസറുടെ പിതാവായിരുന്നു ഈ ശങ്കർദാസ് എന്ന് പറയുന്ന വ്യക്തി, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ദേവസ്വം ബോർഡ് ഇതെല്ലാമായി കൂട്ടിക്കുഴയ്ക്കുമ്പോൾ പലതും പുറത്തു വരാനുണ്ട്. അതുപോലെ തന്നെ വാസുവിന്റെ കാലത്ത് നടന്ന പിന്നെ ഈ ഇടപാടുകൾ എന്തൊക്കെയായിരുന്നു? ഉണ്ണികൃഷ്ണൻ പോറ്റിയും വാസുവും തമ്മിലുള്ള ബന്ധമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിണറായിയും തമ്മിൽ ചിരിച്ചു കളിച്ച് വർത്താനം പറഞ്ഞു നിൽക്കുന്ന പിണറായി ആരോട് സംസാരിക്കാതെ പിണറായി പോറ്റിയോട് സംസാരിക്കുന്ന വിഷ്വലുകൾ പുറത്തു വന്നിട്ടുണ്ട്. സകലമാന നേതാക്കന്മാരുമായി സംസാരിക്കുന്ന വിഷ്വൽസ് പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ എന്താണ് നമ്മുടെ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ, പത്മകുമാറിന്റെ കാലഘട്ടത്തിൽ നടന്നത്, പത്മകുമാറിന്റെ കാലഘട്ടത്തിൽ മെയിൽ അയച്ചിരുന്നു. ഈ പറയുന്ന മുരാരി ബാബു എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ചെമ്പ് പൂശിയത് മൊത്തം പോയി, അത് ക്ഷമിക്കണം, സ്വർണം പൂശിയത് മൊത്തം പോയി, ഇത് ചെമ്പാണ് കൊടുത്തുവിടുന്നത് എന്ന കള്ളരേഖയുണ്ടാക്കി സ്വർണപ്പാളികൾ കൊടുത്തുവിട്ട് അതിന്റെ മുകളിലുള്ള ഒറിജിനൽ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി വില കുറഞ്ഞ സ്വർണം പൂശി തിരികെ കൊണ്ടുവന്നു എന്നതാണ് നമ്മൾ ഇപ്പൊ മനസ്സിലാക്കുന്നത്. ആ ഒരു ദ്വാരപാലക ശില്പത്തിന്റെ മുകളിൽ നമ്മൾ കൃത്യമായി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ദ്വാരപാലക ശില്പത്തിന്റെ അടിയിലെ പീഠത്തിന് മാത്രമാണ് അല്പം മങ്ങലുണ്ടായിരുന്നത്. അത് നമ്മളിങ്ങനെ ചാരി നിൽക്കുമ്പോൾ വരുന്ന മങ്ങലാണ്, അല്ലാതെ ഒരു മങ്ങൽ ഉണ്ടായിരുന്നില്ല. ആ പാളികൾ മുഴുവൻ ഇളക്കി മാറ്റിയിരിക്കുന്നു. ദ്വാരപാലകർ എന്ന് പറയുന്നത് അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിഷ്ഠയാണ്, ഏറ്റവും വലിയ കാര്യമാണ്. അതവിടെ ഉണ്ടാവണം, നിർബന്ധമാണ്, തന്ത്രം അനുസരിച്ച് ഉണ്ടാവണം. അങ്ങനെയുള്ള ഈ കാര്യം എവിടേക്കാണ് ഇവർ കടത്തിക്കൊണ്ടുപോയത്? ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരന്റെ വീട്ടിലാണ് ഇവർ കൊണ്ടുപോയി വിറ്റത്? ഇതൊക്കെ ചോദ്യമാണ്. ഇത് ദേവസ്വത്തിന്റെ ഏറ്റവും കീഴെയുള്ള ഉദ്യോഗസ്ഥർ മുതൽ CPM-ന്റെ ഉന്നത രാഷ്ട്രീയത്തിലുള്ള ആളുകൾ വരെ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാകും. അയ്യപ്പനെ ഇവർ തൂക്കി വിറ്റോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമുണ്ട്. കാരണം ഇത് അടക്കി വരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അയ്യപ്പന്റെ വിഗ്രഹം അവിടെ ഇരിക്കുന്നത്? അയ്യപ്പന്റെ വിഗ്രഹത്തിന് ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ അറിയില്ല. എല്ലാ ആളുകളും ഇവർക്ക് ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് വലിയ തട്ടിപ്പ്, നാണം കെടുത്തുന്ന തട്ടിപ്പാണ് ശബരിമല നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.